ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാലോ ഇന്ന് അത്തം ഒന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സ്പെഷ്യലായിട്ടൊരു സീരീസ് ചെയ്യാണ്. ഓണം സദ്യയുടെ റെസിപ്പീസ് നമ്മൾ 10 ദിവസവും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് റെസിപ്പി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ടൈപ്പ് തോരനാണ്. അതിൽ ആദ്യത്തേത് പയർ തോരൻ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പയർ, കരിവേപ്പില, പച്ചമുളക്, ഉള്ളി, കടുക്, ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് പയറും ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഞങ്ങൾ കോഴിക്കോട്ടുകാരൊക്കെ ഇതിന് ഉപ്പേരി എന്നാണ് പറയാറ്. പക്ഷേ വേറെ വയനാട്, ഇടുക്കി ഭാഗങ്ങളിലേക്കൊക്കെ ഇതിന് പറയുന്നത് മെഴുക്ക് വരട്ടി എന്നാണ്. സാധനമൊക്കെ സെയിം തന്നെയാണ്. കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റോളം വേവിക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവിയിൽ കിടന്നിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ തോരൻ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കൂടെ ഒരു തോരനാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ക്യാരറ്റ് 1 കപ്പ്, ബീൻസ് 1 കപ്പ്, തേങ്ങ 1 കപ്പ്, ചെറിയുള്ളി 1/4 കപ്പ്, പച്ചമുളക് 3 എണ്ണം, കരിവേപ്പില, കടുക്, ജീരകം, ഉപ്പ്, ഉഴുന്ന്. ആദ്യം നമുക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അധികം അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും കുക്ക് ചെയ്യണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ചേർക്കണം. എന്നിട്ടത് നന്നായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും ഇപ്പം വെള്ളമൊക്കെ വറ്റി നല്ല കുക്കായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്യണം. ഉള്ളി കുക്കായി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും തോരനും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ സദ്യയുടെ അടുത്ത വിഭവമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.